ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്നോട്ടാപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു അൺബോക്സിംഗ് ആണ് ആൻഡ് റിവ്യൂ. ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു രണ്ടാഴ്ചയായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് അൺബോക്സിംഗ് ആണ്. ഇത് ഡെല്ലിൻ്റെ KM3322W എന്ന് പറഞ്ഞ കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ്. ഇത് സ്പിൽ റെസിസ്റ്റൻ്റ് ആണ്, ഫേഡ് റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ വില ഏകദേശം 1400 രൂപയ്ക്ക് അടുത്താണ്. ഈ ഒരു വിലയിൽ ഇതുപോലെ കീബോർഡ് മൗസ് കോംബോ കിട്ടുന്നതിൽ ഒരു നല്ല ഓപ്ഷൻ ഉള്ളത് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കീ വേണമെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് കീബോർഡ്, മൗസ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസീവർ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ റിസീവർ. ഈ കീബോർഡിനും മൗസിനും കൂടിയിട്ട് ഒറ്റ റിസീവർ ഉള്ളൂ, അപ്പോൾ ഇത് കളയരുത്. പിന്നെ ഈ ബോക്സിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ബാറ്ററികളൊക്കെ തരുന്നുണ്ട് അവർ. 2 AAA ബാറ്ററി, ഇത് കീബോർഡിൽ ഇടാനുള്ളതാണ്. ഒരു AA ബാറ്ററി, എല്ലാം ഡ്യൂറസെലിൻ്റെയാണ്. ഇത് മൗസിലേക്കുള്ള ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററികൾ നമുക്ക് കിട്ടും. മൗസിൻ്റെ അടിയിൽ ബാറ്ററി ഇടാനുള്ള കവറുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, സെൻസർ. ഇത് ഉപയോഗിച്ചിട്ട് എന്താ തോന്നുന്നുള്ളത് പെട്ടെന്ന് തന്നെ പറയാം. അതായത് ഇതിൻ്റെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ തന്നെ അത്യാവശ്യം സ്ലിം ആണ്. പിന്നെ ഇതുപോലെ ഈ ചിക്ലെറ്റ് കീബോർഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ മോളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോഴത്തെ എന്താ പറയുക, നമ്മൾ റിഫ്ലക്റ്റിംഗ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നല്ല മാറ്റ് ഫിനിഷിലാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ നമ്പർ പാഡ്, ഫുൾ നമ്പർ പാഡ് ഉണ്ട്. പിന്നെ കീസൊക്കെ നല്ല വലുതാണ്, നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഞാനിപ്പോൾ വേറെ ഉപയോഗിക്കുന്ന ഒരു കീബോർഡ് എന്ന് പറഞ്ഞാൽ HPയുടെ 230 ആണ്, വയർലെസ് കീബോർഡ് തന്നെയാണ്. അതിൻ്റെ കീസായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കീസ് കുറച്ചും കൂടി ബലമുണ്ട്, അതായത് താഴത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇവിടെയാണ് ബാറ്ററി ഇടാനുള്ള സ്ഥലം. ഇതിവിടെ തുറന്നു കഴിഞ്ഞാൽ 2 AAA ബാറ്ററി നമുക്കിവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലാണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കുഴപ്പമായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കീബോർഡ് മാത്രമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഇല്ല. ഉപയോഗിക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല, റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ്. ഈ ഗെയിമിങ്ങിനൊന്നും പറ്റിയ പോലത്തെ ഒരു കീബോർഡ് അല്ല കേട്ടോ, അതിപ്പോഴേ പറയാം. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോളിയം കൺട്രോൾസ് ഇതിലുണ്ട്. എനിക്കിതിൽ തോന്നിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈറ്റ് ബാറ്ററിയുടെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ലൈറ്റ് ആണ്. അതല്ലാണ്ട് നമ്പർ ലോക്ക് ഓൺ ആണോ, ക്യാപ്സ് ലോക്ക് ഓൺ ആണോ, ഇതൊന്നും അറിയാനായിട്ട് ലൈറ്റ്സ് ഇതിനില്ല. മൗസിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം എന്താ പറയുക, സ്മോൾ സൈസ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലാർജ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു മൗസാണ്. പിന്നെ അതിൻ്റെ സ്ക്രോൾ വീല് റബ്ബറാണ്. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് കുഴപ്പമില്ല, നല്ല രീതിക്കാണ്. ക്ലിക്കിംഗ് ഒക്കെ നല്ല രസമാണ്, നല്ല സ്റ്റിഫാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബിൽഡാണ്. ഇതിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് AA ബാറ്ററിയാണ്. മൗസ് നമുക്ക് ഓണും ഓഫും ചെയ്ത് വെക്കാൻ പറ്റും, അതൊരു ഗുണമാണ്. പിന്നെ യൂസ് ചെയ്യാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വളരെ നല്ലൊരു വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ് ഡെല്ലിന്റെ KM3322W എന്ന് പറഞ്ഞ ഈ മോഡൽ. പ്രോഡക്റ്റിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. Bye.